ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട പ്രചാരണം ഊർജ്ജിതം. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി നാളെ ജമ്മുവിലെത്തും. മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് കുമരകത്തിനും കടലുണ്ടിക്കും അംഗീകാരം. കേരളത്തിൽ എംപോക്സ് വീണ്ടും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി. ഉന്നതതല യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. കർണാടകയിലെ ഷിരൂരിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചത് ഡിഎൻഎ പരിശോധനയിൽ. ഇന്ത്യയ്ക്കെതിരെയുള്ള രണ്ടാം ടെസ്റ്റിൽ ആദ്യ ദിനം ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട പ്രചാരണം ഊർജ്ജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ റാലികളും റോഡ് ഷോകളുമായി പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി നാളെ ജമ്മുവിലെത്തും. കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി, പിഡിപി അധ്യക്ഷ മെഹബൂബ മുഫ്തി തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. അടുത്ത മാസം 1-നാണ് ജമ്മു കശ്മീരിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്ന് ഹരിയാനയിലെ റെവാരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി മത്സരിക്കുന്ന ലാഡ്വ മണ്ഡലത്തിലും ശ്രീ അമിത്ഷാ പ്രചാരണ പരിപാടികളിൽ സംബന്ധിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഭൂപേന്ദർ ഹൂഡ, കുമാരി സെൽജ തുടങ്ങിയവർ കുരുക്ഷേത്ര, സിർസർ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തി. ആം ആദ്മി പാർട്ടി, മറ്റ് പ്രാദേശിക പാർട്ടികൾ തുടങ്ങിയവരും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം ആരോഗ്യ പ്രവർത്തകർക്ക് തിരിച്ചറിയുന്നതിനായി പരിശീലന മാനുവലും പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങളും പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിതരെ തിരിച്ചറിയുന്നതിന് ഈ മാർഗ്ഗനിർദ്ദേശങ്ങളും പരിശീലന മൊഡ്യൂളുകളും നിർണായകമാകുമെന്നും ഇത് ആരോഗ്യ പ്രവർത്തകർക്ക് ചട്ടക്കൂട് ഒരുക്കുമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാരവും സമാധാനവും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം. മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് കുമരകവും കടലുണ്ടിയും പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരവാദിത്ത വിനോദസഞ്ചാരം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്. 8 വിഭാഗങ്ങളിലായി 36 ഗ്രാമങ്ങളെയാണ് മികച്ച ടൂറിസം ഗ്രാമങ്ങൾക്കുള്ള പുരസ്കാരത്തിന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത്. രാജ്യത്തെ ഗ്രാമീണ വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കാർഷിക വിനോദസഞ്ചാര വിഭാഗത്തിൽ കോട്ടയം ജില്ലയിലെ കുമരകവും, ഉത്തരവാദിത്ത വിനോദസഞ്ചാര വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയും ദേശീയ പുരസ്കാരത്തിന് അർഹമായി. 991 അപേക്ഷകളിൽ നിന്നാണ് 36 ഗ്രാമങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഉത്തരവാദിത്ത വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പര്യടൻ മിത്ര, പര്യടൻ ദീദി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ പദ്ധതി പുറത്തിറക്കി. 6 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിപുലീകരിക്കുന്നത്. പദ്ധതിക്ക് കീഴിൽ ടൂറിസം മേഖലയിലെ വിവിധ വിഭാഗങ്ങൾക്ക് പരിശീലനം ഉൾപ്പെടെ നൽകും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 50 കേന്ദ്രങ്ങളിലേക്കാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, ലക്ഷദ്വീപിലെ കവരത്തി എന്നിവ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതി നടപ്പിലാക്കിയ കുമരകവും കടലുണ്ടിയും രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അഭിനന്ദനം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും ശൃംഖലകളിലും പരിപാടി തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ നിയമനിർമ്മാണ സഭകളുടെ പവിത്രതയും സുതാര്യതയും സുപ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൻ സോൺ 3യുടെ ദ്വിദിന വാർഷിക സമ്മേളനം മിസോറാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസോറാം നിയമസഭാ ലൈബ്രറിയിലെ പുതിയ ആർക്കൈവ് സെൽ ശ്രീ ഓം ബിർല ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയിൽ ഒപ്പുവച്ച ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഖോദ്ജേവ് ജാംഷിദുമാണ് താഷ്കണ്ടിൽ കരാർ ഒപ്പുവച്ചത്.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ നിക്ഷേപാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഉടമ്പടി സഹായകമാകുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ആഗോള സ്വീകാര്യത ലഭിക്കാൻ സഹായിക്കുന്ന ധാരണാപത്രം ലോകാരോഗ്യ സംഘടനയുമായി ഒപ്പുവച്ചതുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 100 ദിവസങ്ങളിൽ കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായും വിവിധ ധാരണാപത്രങ്ങളിൽ മന്ത്രാലയം എത്തിച്ചേർന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആയുഷ് സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് അവലോകന യോഗം വിളിച്ചു ചേർത്തതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അഭിനന്ദിച്ച നീതി ആയോഗ് അംഗം ഡോക്ടർ വിനോദ് കെ പോൾ. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും കുറയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സമ്പർക്ക പട്ടിക തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വരുന്നവർ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്ത കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. DNA പരിശോധനയിലാണ് മൃതദേഹം അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചത്. കർണാടക സർക്കാർ കുടുംബത്തിന് ആശ്വാസധനമായി 5 ലക്ഷം രൂപ കൈമാറും. കർണാടക പോലീസ് സംഘത്തോടൊപ്പം കാർവാർ MLA സതീഷ് സെയിൽ അനുഗമിക്കുന്നുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS കോഡ് അംഗീകാരം ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആന്റ് പോർട്ടിന്റെ കീഴിലുള്ള മറൈൻ മെർച്ചന്റ് ഡിപ്പാർട്ട്മെന്റാണ് ISPS അംഗീകാരം നൽകുന്നത്. ആരോഗ്യ സംരക്ഷണം, വ്യവസായം, ഗവേഷണം എന്നിവയെ സമന്വയിപ്പിച്ച് കേരളത്തിന്റെ മറ്റു മേഖലകളിലും ലൈഫ് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ പ്രധാന ലൈഫ് സയൻസ് കോൺക്ലേവായ ബയോ കണക്റ്റിന്റെ 2ാമത് പതിപ്പ് തിരുവനന്തപുരത്ത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ലൈഫ് സയൻസ് പാർക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ അഭിയാനുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം വൃക്ഷത്തൈ നടീൽ പ്രചാരണവും സജീവമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ അഭിയാനുമായി ബന്ധപ്പെട്ട് മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകളിലേക്ക്. പ്രകൃതിയും മനുഷ്യനും ഒന്നാണ്. മനുഷ്യൻ പ്രകൃതിയുമായി അകലും തോറും അവന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണവും പരിപാലനവും മാറ്റി നിർത്തിക്കൊണ്ട് സുസ്ഥിര വികസനം സാധ്യമല്ല. അങ്ങനെ ഒരു വികസനം പ്രായോഗികമാക്കാൻ കുറെ കോൺഫറൻസുകളും ചർച്ചകളും സംവാദങ്ങളും നടത്തിയതുകൊണ്ടോ നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടോ മാത്രം സാധിക്കില്ല. അതിന് മനുഷ്യന്റെ മനോഭാവം മാറണം. മനസ്ഥിതി മാറ്റിയാല് പരിസ്ഥിതി നമുക്ക് മാറ്റിയെടുക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിൽ. കാൺപൂരിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 20ാമത് ദിവ്യ കലാമേളയ്ക്ക് നാളെ പൂനെയിൽ തുടക്കമാകും. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. രാജ്യമെമ്പാടുമുള്ള ദിവ്യാംഗരായ കരകൌശല വിദഗ്ധർ, സംരംഭകർ തുടങ്ങിയവരുടെ കലാവാസന പരിപോഷിപ്പിക്കുന്നതിനുള്ള വേദിയാണ് ദിവ്യ കലാമേള. 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 100ഓളം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. രാവിലെ 11-ന് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2-നാണ് ഉദ്ഘാടന ചടങ്ങ്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. കേരള ഹിന്ദി പ്രചാര സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹിന്ദി പക്ഷാചരണത്തിന് നാളെ സമാപനം. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വികസനത്തിലും വളർച്ചയിലും പൌരന്മാരെ പങ്കാളികളാക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി ടൂറിസം മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സന്ദർശകരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി നാളെ ജമ്മുവിലെത്തും. മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് കുമരകത്തിനും കടലുണ്ടിക്കും അംഗീകാരം. കേരളത്തിൽ എംപോക്സ് വീണ്ടും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി. ഉന്നതതല യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. കർണാടകയിലെ ഷിരൂരിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചത് DNA പരിശോധനയിൽ. ഇന്ത്യയ്ക്കെതിരെയുള്ള 2ാം ടെസ്റ്റിൽ ആദ്യ ദിനം ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.